ഹൈദരാബാദില് ജഗജ്യോതി എന്ന ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൈക്കൂലിക്ക് കഴിഞ്ഞ ദിവസം പിടിച്ചു. അവര് ഗോത്രവർഗ ക്ഷേമ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അവരുടെ ഓഫീസില് അവരുടെ മേശയിലെ അവിടെ ഓഫീസ് ടേബിളിൽ ഓഫീസിന്റെ അടുത്തിരിക്കുന്ന കസേരയിൽ നിന്ന് കരയുന്ന രംഗം നമ്മൾ യൂട്യൂബിൽ കൂടെ കാണുന്നുണ്ട്. 84,000 രൂപയാണ് കൈക്കൂലിയായിട്ട് അവർ വാങ്ങിച്ചത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല തന്നെ ട്രാപ്പിൽ കുരുക്കുമെന്ന്. അവർ കൈക്കൂലി വാങ്ങിച്ച് അവരുടെ കയ്യിൽ ഫിനോപ്തലിൻ ഡസ്റ്റ് പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വെള്ളത്തിൽ മുക്കിയപ്പം ആ വെള്ളത്തിൻ്റെ കളർ മാറി. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. തെലങ്കാനയിലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോക്കാരാണ് ഈ കൈക്കൂലി കേസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കുരുക്കിയത്. അവരുടെ കരച്ചിൽ എന്തിനാണെന്ന് പിന്നീട് മനസ്സിലായി പോലീസ് ഉദ്യോഗസ്ഥർക്ക്. കാരണം അവരുടെ വീട് സൈമുൾട്ടേനിയസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് റെയ്ഡ് ചെയ്തു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് 4 കിലോ സ്വർണവും 65 ലക്ഷം രൂപയും കിട്ടി. ഹൈദരാബാദിലെ അല്ലെങ്കിൽ തെലങ്കാനയിലെ ഏറ്റവും വലിയൊരു കറപ്ഷൻ കേസാണ്, ഡിറ്റക്ഷനാണ് ഇത്. അവരുടെ കരച്ചിൽ വളരെ ദയനീയമായിട്ട് നമുക്ക് തോന്നി. ഇത്രയും വർഷം അവർ പാടുപെട്ടുണ്ടാക്കിയ പൈസയാണ് 4 കിലോ സ്വർണവും അതുപോലെ 65 ലക്ഷം രൂപ എന്ന് ആ കരച്ചിൽ നിന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് വ്യവസായികളിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നത്. പക്ഷേ ഈ ഒരു കേസിനകത്ത് ആന്ധ്രാപ്രദേശിലെ തന്നെ അവിടുത്തെ തന്നെ ഗോത്രവർഗ ക്ഷേമനിധി ബോർഡിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആണ് പിടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ തുക 84,000 രൂപയാണ്. കേരളത്തിൽ ധാരാളം കേസുകൾ ഇതുപോലെ വിജിലൻസ് പിടിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ പിടിച്ചത് ഓർമ്മ വേണം. കാരണം ഒരാൾ കൈക്കൂലി വാങ്ങുന്ന പണമെല്ലാം അയാളുടെ കുഞ്ഞു മുറിക്കകത്ത് കെട്ടി ചില ബോക്സിനകത്ത് ഇട്ട കാഴ്ച, അത് ആ നോട്ടുകൾ മുഴുവൻ പൂത്തുപോയതെന്ന് നമ്മൾ കണ്ടു. വർഷങ്ങളായിട്ട് കൈക്കൂലി വാങ്ങുന്ന എമൗണ്ടുകൾ മുഴുവൻ താമസിക്കുന്ന ആ ഒരു ചെറ്റ മുറി കൊണ്ടുപോയി അവർ പെട്ടിക്കകത്ത് അടുക്കി വെച്ച് അത് ആ നോട്ടുകൾ മുഴുവൻ നനഞ്ഞും അത് മുഴുവൻ ക്ലാവ് പിടിച്ചും ഒക്കെ നമ്മൾ കണ്ടു. കൈക്കൂലിക്കാര് എപ്പോഴും ഇത് സൂക്ഷിക്കുന്നത് അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ ടെമ്പററി ആയിട്ട് എടുക്കുന്ന കെട്ടിടങ്ങളിലൊക്കെ തന്നെയാണ്. ഈ ഹൈദരാബാദിലെ അവരുടെ വീട്ടിലാണ് 4 കിലോ സ്വർണം വെച്ചത്. വേറെ എങ്ങും കൊണ്ട് വെക്കാൻ കഴിയില്ല. 65 ലക്ഷം രൂപയും മൊത്തം പണവും കൈക്കൂലി വാങ്ങിച്ചതാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവരുടെ കരച്ചില് ഇന്ന് വലിയ വൈറലായി ഇന്ത്യ മുഴുവൻ ഇങ്ങനെ പടർന്ന് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അവരുടെ കരച്ചിലിന്റെ അർത്ഥം അവർ പാടുപെട്ടുണ്ടാക്കിയ പൈസയാണെന്നുള്ള ധ്വനിയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സംഭവം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. കാരണം ഒരിക്കൽ കൈക്കൂലി കേസിനകത്ത് പിടിക്കപ്പെട്ടു പോയാൽ അവരുടെ കുടുംബം നശിക്കും. അത് തന്നെയല്ല, അവർ റിട്ടയർ ചെയ്യുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. റിട്ടയർ ചെയ്താൽ തന്നെയും അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. തടവ് ശിക്ഷ റിട്ടയർ ചെയ്ത ശിക്ഷ മാത്രമാണ് സാധാരണഗതിയിൽ പലർക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഓർമ്മയിരിക്കട്ടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, നിങ്ങൾ നിങ്ങളുടെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പഠിക്കുക, ശമ്പളം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അപേക്ഷ.